ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. മലയാളി താരം സഞ്ജു സാംസൺ ആദ്യമായി സ്വന്തം കാണികൾക്ക് മുന്നിൽ ബാറ്റ് ചെയ്യുന്നു എന്നതാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ദിൽന ശരിയാണ്. ദിൽന, ഇന്ന് സഞ്ജു സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ സ്വന്തം നഗരത്തിൽ കളിക്കുകയാണ്. ആളുകൾ എത്തിത്തുടങ്ങിയോ? എങ്ങനെയാണ് കളിയുടെ ഒരു ആവേശം? വലിയ ആവേശത്തിലാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഈ പരിസരം എന്ന് പറയുന്നത്. നമുക്കറിയാം, സഞ്ജു ഹോം ഗ്രൗണ്ടിൽ മത്സരിക്കുന്നു, ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ 4 കളിയിലും സഞ്ജുവിൻ്റെ ഫോം അത്ര തന്നെ മികച്ചതല്ലായിരുന്നു. പക്ഷേ ഇന്ന് എങ്ങനെയായിരിക്കും? നമുക്ക് സാധാരണ അറിയാം, സഞ്ജുവിൻ്റെ ആദ്യത്തെ രാജ്യാന്തര കളിയാണ് ഈ ഒരു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരുപാട് പേരാണ്. 7 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഇതൊരു എൻട്രി ആണ്. ഇവിടെ ഒരുപാട് ആൾക്കാരാണുള്ളത്. നമുക്ക് ഇവിടെ ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. ശ്രീനിലൻ, വിരുദനഗർ, തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്ന് കളി കാണാൻ വേണ്ടി വന്നയാ? മാച്ച് കണ്ടി. കഴിഞ്ഞ കളി എങ്ങനെ ഉണ്ടായിരുന്നു വിശാഖപട്ടണത്തെ? ഇല്ല, ഇങ്ങേതാണ്. മലയാളം தெரியாது. മലയാളം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആൾക്കാർ കളി കാണാൻ വന്നത്. അപ്പം നമുക്ക് ഇനി മലയാളികളെ കിട്ടുമോ എന്ന് നോക്കി പോകെ. ഇവിടെ ഒരുപാട് പേരുണ്ട്. സഞ്ജു ഒന്ന് ടക്കാണ്, നോക്കിയോ. സഞ്ജുവിന് മാക്സിമം 50 അടിക്കും. 50. കഴിഞ്ഞ 4 മത്സരങ്ങളും പ്രതീക്ഷിച്ച അത്ര കളി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ മത്സരം അല്ല, സഞ്ജുവിന് ഹോം ടൗൺ അല്ലേ, അപ്പൊ എന്തായാലും മാക്സിമം ഒരു കംബാക്ക് പ്രതീക്ഷിക്കാം. അഭിഷേക് ശർമ്മ, പ്രതീക്ഷിക്കാം. ഇന്ന് സഞ്ജുയുടെ കളിയാ. ഇന്ന് സഞ്ജു അടിക്കും. കഴിഞ്ഞ 4 കളിയും പോലെയാണെങ്കിൽ നിരാശപ്പെടും. 4 കളിയാനും പറഞ്ഞിട്ട് ഒരു പുള്ളിയുടെ നമ്മുടെ ഫോം നമ്മൾ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് കളിക്കും. പുള്ളിയുടെ ഹോം ഗ്രൗണ്ടാ, പുള്ളി കളിക്കും. ഇവിടെ ഇന്ന് ജയിക്കും. ഇന്ന് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. സഞ്ജു തന്നെയാണ് ഇന്നത്തെ താരം. സഞ്ജുവിലാണ് ഇന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. സഞ്ജു കളിക്കും, സഞ്ജു ജയിക്കും. ഇത് മിനിമം 50 റൺസ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 4 കളിയിലും 10-6-0 കുറച്ചെങ്കിലും മെച്ചം വന്ന കളി എന്ന് പറയുന്നത് കഴിഞ്ഞ കളിയായിരുന്നു. 24 റൺസ് ആയിരുന്നു. അതിനു മുന്നേയുള്ള എല്ലാ കളികളും ഈ പറയുന്നത് പോലെ യാതൊരു പ്രതീക്ഷിച്ചത്ര ഒന്നും സഞ്ജുവിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരുപാട് പേര് ജേഴ്സി ഇട്ടവരും ജേഴ്സി ഇടാത്തവരും ഒരുപാട് പേരുണ്ട്. ജേഴ്സി ഇടാത്ത ഒരാളെ കിട്ടിയിട്ടുണ്ട്. സഞ്ജു പൊളിക്കും. ചാനൽ വരുമല്ലേ. സഞ്ജു പൊളിക്കുന്നു. ഇപ്പോ ലോകകപ്പിന് മുന്നേയുള്ള അവസാനത്തെ ഒരു മത്സരമായതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. അപ്പോൾ 2 കൂട്ടർക്കും, ന്യൂസിലാൻഡിനും ഇന്ത്യക്കും ഒരു ഇന്ത്യക്ക് നിർണായകമാണ്. ഇവിടെ പറയുന്നു സഞ്ജു സാംസൺ വളരെ നിർണായകമാണെന്ന് പറയുന്നുണ്ട്. എവിടുന്നാണ് വരുന്നത് നിങ്ങളൊക്കെ? പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനിൽ വന്നു, ഇതിനു വേണ്ടി വന്നാണ്, കളി കാണാൻ വേണ്ടി വന്നു. കളി കഴിഞ്ഞ് പറഞ്ഞ് പോവും. എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ടീമിന് ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒറ്റയ്ക്കാണോ വന്ന? ടീമായിട്ടാണ്? ഞങ്ങൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, വാങ്ങണം. ഇനി വേണോ ഓളം തുടങ്ങാൻ? അതെ, 7 മണിക്കാണ് കളി. പക്ഷെ അതിന് മുന്നേ തന്നെ ഓളം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂർ ഗുരുവായൂർ. നിങ്ങളൊക്കെ ഒരുമിച്ച് വന്നതാണ്? ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കളി കാണാൻ വേണ്ടി വന്നു. ഇതിന് 4 കളി മുന്നേ കണ്ടിട്ടുണ്ട്. അതെ, അത്തരത്തില് കേരളത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ ആദ്യം കണ്ട പോലെ തമിഴ്നാട്ടിൽ നിന്നാണ് ആദ്യം ഒരാളെ കണ്ടിരുന്നത് കളി കാണാൻ വേണ്ടി വന്നെന്ന് പറയുന്നത്. ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട്. ചേട്ടാ, തൃശ്ശൂരിന്ന്. അതെ. സഞ്ജു ഈ 3 പ്രാവശ്യത്തെ ഫോം ഔട്ട് ഈ പ്രാവശ്യം സെഞ്ചുറി അടിച്ചിരിക്കും. ഉറപ്പുള്ള കേസാണത്. നിരാശപ്പെടലൊന്നുമില്ല. ഇന്ന് സെഞ്ചുറി തന്നെയാണ് മിനിമം. ഹോം ഗ്രൗണ്ട് സഞ്ജുവിൽ പ്രതീക്ഷയുണ്ട്. അല്ലേ, ഞങ്ങളെല്ലാരും അല്ലേ? സഞ്ജു സഞ്ജുവിലാണ് ഇന്നത്തെ പ്രതീക്ഷ. സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, എന്തായാലും കളി തുടങ്ങാൻ കുറച്ചുകൂടെ സമയമുണ്ട്. 7 മണിക്കാണ് കളി തുടങ്ങുന്നത്. ഈ പറയുന്ന പോലെ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ചേട്ടാ, എവിടെന്നാ വരുന്നേ? ഞങ്ങൾ കൊട്ടാരക്കര. ഭയങ്കര എൻജോയ് ചെയ്താ വന്നേക്കുന്നത്. സഞ്ജുവിന്റെ കളി കാണാൻ വേണ്ടി വന്നേക്കാ.
സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കും, ഉറപ്പായിട്ട് സെഞ്ചുറി അടിക്കും, ഉറപ്പ് സെഞ്ചുറി അടിക്കും. ചേച്ചി ഞാൻ തമിഴാണ്. കഴിഞ്ഞ തവണത്തെ വിശാഖപട്ടണത്തെ കളിയിലായിരുന്നു സഞ്ജു കുറച്ചെങ്കിലും ഒരു ഫോം 24 റൺസ് എന്ന് പറയുന്നത്. സഞ്ജു ഫാനാണോ? ഇപ്പൊ ഒരു ഹോപ്പ് ഉണ്ട്, തീർച്ചയായും അടിക്കാൻ പറ്റും, പഠിക്കണം. നാലാമത്തെ കളി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഹോപ്പൊക്കെ ഉണ്ട്. ഈ അഞ്ചാമത്തെ ഈ പരമ്പരയിൽ അവസാനത്തെ കളിയാണ് ഇന്ന് നടക്കുന്നത്. ഇത് ജയിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കളി ഒരു നിർണായകമാണ്. ലോകകപ്പ് നടക്കുന്നതിന് മുൻപുള്ള അവസാനത്തെ ഒരു രാജ്യാന്തര മത്സരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർണായകമാണ്. ഇവിടെ എവിടെന്നാ വരുന്നത്? ഞങ്ങൾ മണ്ണാർക്കാട്. പാലക്കാട്. പാലക്കാട് എവിടുന്നാ? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. മലപ്പുറം അതിർത്തി. പെരിന്തൽമണ്ണ അതിർത്തിയാണ്. അപ്പൊ നമുക്ക് ഈ മലപ്പുറത്തൊക്കെ ഉണ്ട് കണ്ടം കളി എല്ലാത്തിനും ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാനൊരു മലപ്പുറംകാരിയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന ഈ കളിയെല്ലാം എപ്പോഴും കാണുന്നതാണ്. അപ്പൊ സഞ്ജു തന്നെയാണ് ഇന്നത്തെ ഫോക്കസ്. സഞ്ജു കളിക്കും, സൂര്യകുമാർ യാദവ് എല്ലാവരും കളിക്കും, പ്രതീക്ഷയുണ്ട്. കൊച്ചിന്നായിരുന്നേ. കൊച്ചി പള്ളുരുത്തി. അതെ അതെ, ആവേശത്തിലാണ്. ജേഴ്സി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക, വെയിറ്റ് ചെയ്യാം. അതെ, ആരവത്തിലേക്ക് പോവാണ്. സഞ്ജു 50 അടിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അല്ലേ? അതെ അതെ, എന്തായാലും കപ്പ് അടിക്കണം. എന്തായാലും നമ്മൾ ജയിച്ചല്ലോ. പേടിക്കാനൊന്നുമില്ല. പക്ഷെ സഞ്ജുവിനെ പേടിച്ച് കഴിഞ്ഞ കളി തോറ്റതിന്റെ ഒരു ക്ഷീണം മാറ്റാനുണ്ട്. 3 കളിയിൽ കഴിഞ്ഞ കളി തോറ്റല്ലോ, അതിന്റെ ഒരു ക്ഷീണം മാറ്റാനുള്ളതുണ്ട്. അതെ, നാലാമത്തെ കളി തോറ്റതിന്റെ ഒരു ക്ഷീണം മാത്രമേ മാറ്റാനുള്ളൂ. പക്ഷെ അതൊരു ക്ഷീണമായിട്ടൊന്നും കാണാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന പോലെ പരമ്പര സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ക്ഷീണമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ കുറെ ലേഡീസ് എല്ലാം നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എവിടെന്നാ വരുന്നേ? അതെ അതെ അതെ, ഫുൾ സെറ്റ് ആണ്. അതെ അതെ. ആരാധകരാണോ അതോ സഞ്ജുവിന്റെ കളി കാണാൻ വേണ്ടി വന്നാണോ? ക്രിക്കറ്റ് ആരാധകരാണ്. ഞങ്ങൾ ക്രിക്കറ്റ് ആരാധകരാണ്. എല്ലാ കളിയും കാണും. കണ്ടിരുന്നു. നമ്മളിപ്പോ ജയിച്ചു നിൽക്കുവാണല്ലോ ഇന്ത്യ 3-1. അപ്പൊ ഈ കളി എന്തായാലും സഞ്ജുവിലൂടെ അഭിഷേക് ശർമ്മയുടെ ഒരു കംബാക്ക് ആയിരിക്കും. അഭിഷേക് ശർമ്മയുടെ കംബാക്കിന്റെ ആവശ്യം ഇല്ല ആക്ച്വലി, പക്ഷെ സഞ്ജുവിന്റെ തീർച്ചയായിട്ടും ഒരു കംബാക്ക് ആയിരിക്കും. ഇന്ന് എന്തായാലും ഒരു സെഞ്ചുറിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി. അപ്പൊ സഞ്ജു ഇനി അഥവാ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ നിരാശപ്പെടുവോ? തീർച്ചയായിട്ടും നമുക്ക് നിരാശ വരും. കാരണം ആരാധകരെല്ലാം അത്രയും ആഹ്ലാദത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് സഞ്ജുവിൽ നിന്ന് നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സഞ്ജുവിൽ നിന്ന് ഇവിടെ നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നതാണോ? കൊല്ലത്ത് തന്നെ. സഞ്ജുവിൻ തന്നെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ. ഈ 5-ാം മത്സരത്തിലെ പ്രതീക്ഷ സഞ്ജുവിന്റെ കംബാക്ക് ആണല്ലേ? സഞ്ജുവിന്റെ ഒരു കംബാക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 50+ സ്കോർ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. അതെ, ചോദിക്കുന്നവരെല്ലാവരും പറയുന്നത് ഒരു 50+ ആണ്. 50 താഴെ ആരും പറയുന്നില്ല. നമുക്കറിയാം സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ട് ആണ് ഇത്, തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ടിൽ സഞ്ജു ആദ്യമായിട്ട് മത്സരിക്കാൻ വേണ്ടി വരികയാണ്. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ ക്യാപ്റ്റന് പോലും കിട്ടാത്ത ഒരു സ്വീകാര്യത സഞ്ജു സാംസണ് കിട്ടിയിട്ടുണ്ട്. സഞ്ജുവിനെ ഒരുപാട് പേരുണ്ട്. സഞ്ജു സാംസണിന് 2 കൈകളും നീട്ടിയിട്ടാണ് അന്ന് തന്നെ വിമാനത്താവളത്തിൽ ആരാധകരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രതീക്ഷ സഞ്ജു കഴിഞ്ഞ 4 മത്സരം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളതിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മത്സരത്തിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനിയും ഒരുപാട് പേരുണ്ട്. ചേട്ടാ എവിടെന്നാ വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് ഒക്കെ പരിചിതമാണല്ലോ. അതെ വാ. ഒരുപാട് പേരുണ്ട്. നിങ്ങള് എന്താണ് സഞ്ജുവിന്റെ കളി കാണാൻ വേണ്ടി വന്നതാണോ അതോ സഞ്ജുവിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വന്നതാണോ? സഞ്ജുവിന്റെ പറഞ്ഞ ഇന്ത്യനെ കളി മൊത്തമായിട്ട് കാണാൻ വന്ന സഞ്ജുവിന്റെ നാട്ടിലായതുകൊണ്ട് സഞ്ജുവിന്റെ കളി കൂടെ കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. സഞ്ജുവിന്റെ കഴിഞ്ഞ 4 പെർഫോമൻസ് പോലെ ആയിരിക്കില്ല ഈ 5-ാമത്തെ പെർഫോമൻസ് എന്ന് തോന്നുന്നുണ്ടോ? അതെ അത് തോന്നുന്നുണ്ട്, തീർച്ചയായും തോന്നുന്നുണ്ട്. തിരിച്ചു ഞങ്ങൾ പ്രതീക്ഷ. എത്ര റൺസ് എടുക്കുമെന്ന് വിചാരിക്കും? സെഞ്ചുറി അടിക്കും. കോൺഫിഡൻസിലാണ്. അഥവാ അടിച്ചില്ലാന്നുണ്ടെങ്കിൽ നിരാശയായിട്ട് മടങ്ങേണ്ടി പ്രതീക്ഷിക്കാമല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല. സഞ്ജു ഒന്ന് ഫോമിൽ എത്തിയാൽ മതി എന്ന് അതൊരാവശ്യമുള്ളൂ ഇപ്പൊ നിലവിൽ. അതെ, അപ്പൊ ഇന്നത്തെ ഹോം ഗ്രൗണ്ടിൽ എത്തുമ്പോൾ സഞ്ജു ഫോമിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിരവധി ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. നമുക്ക് ഇവിടെ എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഇത് എവിടെന്നാ വരുന്നേ? ഞങ്ങൾ കൊല്ലം പാരിപ്പള്ളി. ഫാമിലി ആയിട്ട് വന്നതാണ്. അതെ. കളി കാണാൻ വേണ്ടി. മോള് മാത്രമേ ജേഴ്സി ഇട്ടിട്ടുള്ളൂ? അതെ. അച്ഛനും അമ്മ എന്താ ജേഴ്സി ഇടാഞ്ഞേ? അളവിന് കിട്ടണ്ടേ? എങ്ങനെ മോള് സ്ഥിരമായിട്ട് ക്രിക്കറ്റ് എല്ലാം കാണുന്നതാണോ? സഞ്ജു ഫാനാണോ? കാണുന്നത്. സ്പോർട്സ് ജേർണലിസ്റ്റ് ലണ്ടനിൽ പഠിക്കുകയാണ്. പുള്ളിക്കാരത്തി എല്ലാ പ്രാവശ്യവും ഇവിടെ കളി കാണാൻ വരുന്നതാണ്.
അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അപ്പൊ ഇനിയിപ്പോ മോളെ എന്ത് ചെയ്യും? മോളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ലൈവിലുണ്ട്. ആ ലൈവിലുണ്ട്, ദേ വീഡിയോ കോൾ. ലണ്ടനിൽ പഠിക്കുന്ന മോളാണ്, മോളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ അത്തരത്തിലാണ്. അപ്പൊ കൊല്ലത്തുനിന്നാണ് വരുന്നത്. തിരുവനന്തപുരം സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അപ്പോ സഞ്ജു കഴിഞ്ഞ 4 മത്സരങ്ങളിലെ ഒരു ക്ഷീണം ഈ ഹോം ഗ്രൗണ്ടിൽ ഒരുപാട് നിരാശയായിരുന്നു. കാരണം സഞ്ജുവിൻ്റെ പഴയ ഷോട്ടുകളും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. ഡ്രൈവ് ചെയ്യുന്നതിനൊക്കെ കുറേ വ്യത്യസ്തതകളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെല്ലാവരെയും സപ്പോർട്ടോടു കൂടി നല്ല ഭംഗിയായിട്ട് കളിക്കുമെന്നും വേൾഡ് കപ്പിൽ സ്ഥാനം എടുക്കുമെന്നും തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതിനുവേണ്ടി വന്നതാണ്. പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. സഞ്ജുവിൽ പ്രതീക്ഷ തന്നെയാണ്. സഞ്ജു അത്ര മോശം പ്ലെയർ ഒന്നുമല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 4 കളികൾ അത്രയ്ക്ക് വേണ്ട രീതിയിൽ ഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ചേട്ടാ തൃശ്ശൂർ നമ്മൾ നേരത്തെ പോയ അതേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ വീണ്ടും പോയിരിക്കുകയാണ്. നമുക്ക് എല്ലാവരും ജേഴ്സിയും ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആരോടാണ് ചോദിച്ചത്, എവിടെ നിന്നാണ് ചോദിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. അത്തരത്തിലാണ് 7 മണിക്ക് നടക്കുന്ന ഈ ഒരു ഇന്ത്യ ന്യൂസിലാൻഡ് T20യുടെ 5ാം മത്സരം. അത്രയ്ക്കും ആവേശത്തിലാണ്. കളി നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനകം തന്നെ ഇവിടെ ഇതേ ഒരുപാട് പേര്, ഒരുപാട് ആരാധകർ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണെന്ന് പറയാം. കാരണം ജേഴ്സി എല്ലാം വാങ്ങി വരുന്നേ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ജേഴ്സി എല്ലാം വാങ്ങി ഇനി ആ ഒരു കളിയുടെ ആരവത്തിലോട്ട് ആണ് ആൾക്കാരെല്ലാവരും പോകുന്നത്. ഷമ്മി.